വീട്ടിൽ വന്ന് ആരെങ്കിലും ഭക്ഷണം ചോദിച്ചാൽ നീ ചലിക്കുമല്ലോ. എന്റെ വീടോ? ഇത് എന്റെ വീടല്ല. നിന്റെ വീടല്ലേ? ഞാൻ ബ്ലോക്ക് ഓഫീസിൽ പുതിയ വിത്ത് വന്ന വിവരം പറയാമെന്നാണ്. അന്നാ തനിക്ക് ആദ്യമേ പറഞ്ഞുകൂടായിരുന്നു. അതെങ്ങനെ? അടിക്കൊരു ഗ്യാപ്പ് തന്നെങ്കിലല്ലേ പറയാൻ പറ്റൂ. അപ്പൊ ഈ വീട്ടുകാരെവിടെയാണ്? എന്താ ഇയാളെതിരാ ഈ പാവത്തിനെ ഉപദ്രവിച്ചത്? ഓ, നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടല്ല. കണ്ടാ നല്ല കുടുംബക്കാർ, അന്തസ്സുള്ളവര്. ആരെങ്കിലും വിശന്ന് വന്ന് ഭക്ഷണം ചോദിച്ചാ വിഷം കിടക്കേ കൊടുക്കുള്ളൂ. ഇയാൾ എന്തൊക്കെയാ പറയുന്നേ? ഇവിടെ ആരും ഭക്ഷണം ചോദിച്ചു വന്നിട്ടില്ല. നിങ്ങൾക്ക് വീട് മാറിപ്പോയതായിരിക്കും. വീട് മാറിപ്പോൻ ഇതെന്താ ലക്ഷം വീട് കോളനിയാ? ഇവിടെ പരിസരത്ത് വേറെ ഏത് വീടിരിക്കുന്നു? വെറുതെ ആളെ പൊട്ടം കളിപ്പിക്കല്ലേ. അവന്റെ വിടുവായിക്ക് എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിഷം കൊടുത്താണ് പകരം വീട്ടുന്നത്. ഞങ്ങൾ 3 പേരും ചത്തുകൊണ്ടാണ്. പാപ എന്റെ അപ്പൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ചവിട്ടി കൂട്ടിനെ ഞാൻ അത്രയും കൂടെ. നിങ്ങൾ ബഹളം ഉണ്ടാക്കണ്ട. എന്റെ മകള് പറഞ്ഞത് ശരിയാ. ഇന്നലെ ആരും ഭക്ഷണം ചോദിച്ചിവിടെ വന്നിട്ടില്ല. പക്ഷെ രാത്രിയില് അടുക്കള വാതിൽ തുറന്ന് ആരോ ഭക്ഷണം എടുത്തോണ്ട് പോയിട്ടുണ്ട്. അപ്പ അടുക്കളയിൽ നിങ്ങൾ വിഷം കലക്കിയാണാ ഭക്ഷണം വെക്കണത്? ഭക്ഷണത്തില് വിഷം ചേർത്ത ശരിയാ. അത് മറ്റാർക്കും വേണ്ടിയല്ല, എനിക്കും എന്റെ മക്കൾക്കും വേണ്ടിയാ. എല്ലാം അവസാനിപ്പിച്ച് കുടുംബത്തോടെ അങ്ങ് പോകാൻ വേണ്ടി ചെയ്തതാ. എന്റെ പണിക്കരിയേട്ടാ, എന്ത് അക്രമമാണ് നിങ്ങൾ ഈ കാണിച്ചത്? ഈ കുട്ടികളുടെ കാര്യമെങ്കിലും ഒന്ന് ഓർക്കണ്ടേ? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? തേവരുടെ ആളുകളെ ഇന്നോ നാളെയും വന്ന് എന്നെയും മക്കളെയും ഇറക്കി വിടും. അതിനു മുമ്പ് ഇവിടെ കിടന്ന് തന്നെ ചാകണം തോന്നി. പെമ്മക്കളുമായി തെരുവ് കിടക്കുന്നതിനേക്കാൾ ഭേദമിതല്ലേ? ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോ ഇങ്ങനെയൊക്കെയാണാ ചിന്തിക്കണത്? ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ കൊടുങ്കാറ്റും സുനാമിയും വന്ന് എത്രാളത്തിന്റെ വീടും കൂടിയൊക്കെ നശിച്ചിരിക്കണ്. അവരൊക്കെ തന്നെത്താൻ ചെയ്യാൻ പോവാ? ഈ കുടുംബത്തിലുള്ളവർ ജീവിച്ചിരിക്കണമെന്നാ ഒടയതമ്പുരാന്റെ കൽപ്പന. അതുകൊണ്ട് ഇവിടെ വെച്ച് ഞങ്ങളുടെ ലോറി കേടാകാനും ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത്. അതെ, അതുകൊണ്ട് ഇതുപോലുള്ള ദുർബുദ്ധിയൊന്നും ഇനി കാണിക്കരുത്. എപ്പോഴും ഇതുപോലെ വന്ന് രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞൊന്നും വരില്ല. എടാ, ഒന്നിങ്ങോട്ട് വന്നേ. ജസ്റ്റ് വന്നവരെ. എടാ, പെങ്കുച്ചു കൊള്ളാല്ലേ? നീ അപ്പന്റെ തലയെ തൊട്ട് സത്യം ചെയ്തില്ലടാ പന്നി. നീ മോട്ടിക്കലെന്ന്. നീ ഇപ്പൊ എന്താ കാണിച്ചത്? എന്ത്? 4 പേരുടെ ജീവൻ രക്ഷിച്ചത് തെറ്റായി പോയാ? അതല്ല. എന്തല്ല തെറ്റായി പോയെങ്കിൽ പറയടാ. നീ കുറച്ച് ചോറ് വിഷം കലക്കിത്താ, ഞാൻ അവരെ കൊണ്ട് തല്ലി തീറ്റിക്കാം. എന്താ വേണ്ടേ? വേണ്ടേന്ന്. ഇയാൾക്ക് ഇത് തന്നെ പണിയാ. ഈശ്വരൻ തന്ന ജീവൻ എടുക്കുമ്പോ ഈശ്വരനോട് തന്നെ അനുവാദം ചോദിക്കണമെന്ന് തോന്നി. അവസാനമായി പൂജാമുറി കയറി ഒന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ എല്ലാം സഹിച്ചുകൊണ്ട് ജീവിച്ചിരിക്കാനാണ് ഈശ്വരന്റെ തീരുമാനം. അതുകൊണ്ടാ ആ നിമിഷം അങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇനി ഇപ്പൊ എല്ലാം മനസ്സിൽ നിന്ന് അങ്ങോട്ട് കളഞ്ഞിട്ട് എന്ത് മലയിടിഞ്ഞ് വീണാലും എല്ലാം നേരിടാൻ അങ്ങോട്ട് തീരുമാനിക്കേ. അത്രേ ഉള്ളു കാര്യം. ശരിയാ, എല്ലാം നിങ്ങളോട് തുറന്നു പറഞ്ഞപ്പോ മനസ്സിന്റെ ഭാരമൊക്കെ അങ്ങ് കുറഞ്ഞു. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. അച്ഛൻ ധൈര്യമായിട്ടിരിക്കെ. മോള് പറഞ്ഞത് ശരിയാ. ഈശോ, ആശുപത്രി വെച്ച് വയറ് കഴുകിയത് കൊണ്ടേ എനിമി വയറിനകത്തൊരു എരിച്ചില്. മോള് ചെന്ന് ഇവർക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്ക്. അതെ അതെ, ഇത്തിരി അരിഭക്ഷണം ചെന്നാലേ വയറൊന്ന് നേരെയാകത്തുള്ളൂ. അല്ല, അവന്മാരെന്തിയേ? അല്ല വൈ, ഇവിടെ അടുത്ത് വല്ല വർക്ക്ഷോപ്പ് ഉണ്ടാ? ഓ, അതങ്ങ് ടൗണിൽ പോണം. പിന്നെ ഇവിടുന്ന് 2 കിലോമീറ്റർ അകത്തോട്ട് ചെന്നാ ഒരുത്തനുണ്ട്. നമുക്കൊന്ന് പോയി നോക്കിയാലോ? പിന്നെന്താ, എന്നെ തല്ലിയിട്ടുള്ളവരൊക്കെ ഇപ്പൊ എന്റെ ഫ്രണ്ട്സാ. വാ ചങ്ങാതി, നടക്ക്. എടാ, അപ്പനെ നോക്കിക്കോണേ. പിന്നെ അപ്പൻ കാലുതെറ്റി കൊളത്തി വീടുവല്ല. അപ്പന്റെ പതിവ് മറക്കല്ലേ മകനെ. സുഖമില്ലാതിരിക്കല്ലേ, അകത്ത് വിശ്രമിക്കാം. ഓ, എന്താ? വിഷമൊഴിക്കാത്ത കുറച്ച് കഞ്ഞിവെള്ളം തരുമോ? കഞ്ഞി പാകായിട്ടില്ല. എങ്കിൽ ഞാനും കൂടി സഹായിക്കാം. എന്താണെന്നറിയില്ല, വെറുതെ ഇരിക്കുന്നു എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇവിടെ ഞങ്ങൾക്ക് ചെയ്യാവുന്ന ജോലിയേ ഉള്ളൂ. നിങ്ങൾ അപ്പുറത്തേക്ക് പൊയ്ക്കോ. എങ്ങനെ പോകും മോളെ? ഇങ്ങോട്ട് മറിക്ക. ഇനിയും വല്ല വിഷമൊക്കെ ഇട്ട് തന്നാലോ? അതെ, എപ്പോഴും ഇങ്ങനെ വിഷത്തിന്റെ കഥ പറയണമെന്നില്ല. ഹേയ്, എന്താ കുട്ടി ഇത്? നിങ്ങളൊക്കെ ഇങ്ങനെ ദിക്സാക്ഷിയിലെ സംസാരിക്കുന്നത് കേൾക്കുമ്പോ വിഷമമുണ്ട് കേട്ടോ, വിഷമമുണ്ട്.
എന്താ അനിയത്തി കുട്ടികളുടെ പേര്? എന്റെ പേര് സിന്ധു. ആ ബിന്ദു. എന്താ ചേച്ചിയുടെ പേര്? ഷീല. ഷീല. ഞാൻ സത്യൻ. സത്യനും ഷീലയും. അല്ല, ചെമ്മീൻ കണ്ടിട്ടുണ്ടോ? ചെമ്മീനില്ല, ചാള മതി അമ്മാമ. സ്മാർട്ട് ബോയ്. ഒറ്റ വാക്കി പറഞ്ഞ ഇത് ശവക്കല്ലറ പോലെയാ. അകത്ത് കംപ്ലീറ്റ് ചീഞ്ഞു കിടക്കുക, പുറത്ത് നല്ല പെയിന്റും. എഞ്ചിൻ പണി മാത്രല്ല, ആക്സിലും പോയി കിടക്കുക. താനേ ശവമൊന്നും മാന്തിപ്പറിച്ച് വലിയ പണിയൊന്നും പണിയണ്ട. ഇതൊന്നും ഇവിടെ നിന്ന് ഓടാനുള്ള പരിവോക്കി തന്നാ മതി. ആക്സിൽ അഴിച്ചെടുത്ത് ലെയ്ത്തി കൊണ്ടുപോയി ത്രെഡ് കട്ട് ചെയ്യണം. നാളത്തേക്ക് വണ്ടി എടുക്കാം. ഇത് വല്ല ഇടങ്ങേറായല്ല. ഇവിടെ താമസിക്കാൻ വല്ല ലോഡ്ജ് വല്ലതും കിട്ടുവാ? ഈ നാട്ടിൽ ലോഡ്ജാ, അതൊക്കെ അങ്ങ് പട്ടണത്തിൽ പോണം. ഇവിടൊക്കെ കൃഷിക്കാരല്ലേ, പിന്നെ തേവരുടെ പണിക്കാരുടെ ഷെഡ് കാണും. തേവരോട് ചോദിച്ചാ തേവാരെന്ന് പറയുന്നുണ്ട് കുറെ നേരമായില്ല. ആരാണ് ഈ തേവാര്? തേവാരല്ല, തേവര്. എന്ത് പണ്ടാറോങ്കിലും ആകട്ടെ. ഈ നാട്ടിലെ ദൈവവും ജഗത്താനും ഒക്കെ ഈ തേവരാ. ശരിക്കും പറഞ്ഞ തേവര് പാലക്കാടൻ മലയാളിയാ. 82 ഇവിടെ വന്ന് എല്ലാം വെട്ടിപ്പിടിച്ചതാ. ഇവിടുത്തെ പോലീസും പട്ടാളും ഒക്കെ ഈ തേവര് തന്നെയാ. സ്നേഹിച്ച കെട്ടിപ്പിടിച്ച് നക്കിക്കൊല്ലും, എടഞ്ഞ ഓടിച്ചിട്ട് വെട്ടിക്കൊല്ലും. എന്താണ് പ്രശ്നം? എന്ത് വിട്ടായിരിക്കും. ഇനി നിങ്ങൾ പോയിട്ട് വിളിക്കും, മാമൻ കണ്ടുപിടിക്കാട്ടാ. 1 2 3 4 5 പേടിപ്പിച്ച് കളഞ്ഞോടാ പന്നി. നീ ഇങ്ങനെ കളിച്ചിരിച്ച് നടന്നോ? വണ്ടി പോകാൻ 3-4 ദിവസവും. വണ്ടി എടുത്തിട്ട് ഇപ്പൊ എവിടെ പോവാനാ? നമുക്ക് പണിയെടുത്ത് ജീവിച്ചാ പോരെ. അതിപ്പോ ഇവിടെ തന്നെ ആയാലെന്താ? അതിന് നിനക്ക് പണി വല്ലതും അറിയാവാ? ഇതേ നമ്മുടെ അപ്പനവിടെ വരച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പനുള്ള വാർണിഷ് മേടിച്ചാ. അന്യ വീടാണ്. അപ്പനോടെ ഒതുക്കത്തിലേക്ക് അടിക്കാൻ പറ. ഇങ്ങോട്ട് ഇങ്ങോട്ട്. എന്റെ പൊന്നു പണിക്കരി ചേട്ടാ, അങ്ങനെയാ ഞാൻ എന്റെ മേരിക്കുട്ടിയെ കേട്ടു. ടൊമാറ്റോ പിക്കിളെത്തി. ടൊമാറ്റോ അയ്യോ, ഇത് നാരങ്ങയാ. അപ്പൊ ടൊമാറ്റോ നാരങ്ങ അല്ലേ? ഉള്ളിൽ തീയെരിയുമ്പോഴും ഇങ്ങനെ ചിരിക്കാനും സന്തോഷിക്കാനുമുള്ള കാരണം നിങ്ങളാ. ഞങ്ങളിപ്പോ ജീവിച്ചിരിക്കുന്നത് പോലും. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാ, അതൊക്കെ വിട്ടുകളാ. ഇതങ്ങോട്ട് അടിക്കേ. വെള്ളം എന്തി? അല്ല, വെള്ളം വേണ്ട, എന്നാ പച്ചക്കടിക്കേ. അടിച്ചോ, ചുമ്മാ അടിച്ചോ. ഓ അതെ, കുറച്ച് വാട്ടർ വേണമായിരുന്നു. അല്ല, അതിലുണ്ടായിരുന്നല്ലോ. അത് ഞാൻ കുടിച്ചു. സ്റ്റോപ്പ് പ്ലീസ്. ഞാൻ പണ്ടേ മദ്യപിക്കാറില്ലല്ലോ. മദ്യപിക്കുന്ന കാശ് കൂട്ടി വെച്ചിട്ട് വെറുതെ ഇരിക്കുമ്പോ ഞാൻ പാവങ്ങൾക്ക് അന്നദാനം നടത്തും. ഇന്നാണെങ്കിൽ അമ്പലത്തിൽ പോകാനും പറ്റിയില്ല. കുട്ടിക്കറിയോ, ഇന്നലെ വണ്ടി കേടായിട്ട് എന്ത് ചെയ്യുമെന്നറിയാതെ നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോഴാ പെട്ടെന്നൊരു തോന്നല്. നിന്റെ വേണ്ടപ്പെട്ടവർക്ക് ആർക്കോ എന്തോ അപകടം വരാൻ പോകുന്നു. ചെല്ലടാ ചെല്ല്. പിന്നെ നടന്നതൊക്കെ ഒരു സ്വപ്നം പോലായിരുന്നു. ആ വിഷച്ചോറ് അപ്പനും കൊണ്ട് കൊടുത്തതിന് ശേഷം മനസ്സിനൊരു സമാധാനമായത്. അപ്പൊ മാമനപ്പനെ കൊല്ലാൻ നോക്കിയതാ? സ്മാർട്ട് ബോയ്സ്. പെരുന്നാള് വന്നു. പണിക്കരേട്ടൻ അറിയോ, എന്റെ മേരിക്കുട്ടി മക്കളുമായിട്ട് ഞാൻ വേളാങ്കണ്ണിക്ക് പോയതാ. അവിടെ നിന്ന് 450 കിലോമീറ്ററാ വേളാങ്കണ്ണിക്ക്. പക്ഷെ ഏതാണ്ട് 200 കിലോമീറ്റർ ആയപ്പോ ഒരു മര്യാദയില്ലാതെ എന്റെ മേരിക്കുട്ടിയെ മക്കളെയും കൊണ്ട് മാതാവ് അങ്ങോട്ട് പോയി. ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് മാതാവിന് പോലും വേണ്ടാത്ത ഈ തൊമ്മൻ മാത്ര. അതിനുശേഷം തൊമ്മൻ ചീത്തയായത്. എല്ലാം നഷ്ടപ്പെട്ട് പീഡികത്തിന് കിടന്നിരുന്ന എന്നെ കള്ളും കഞ്ഞിയും തന്നെ ഇതുവരെ വളർത്തിയത് എന്റെ ശിവനും സത്യനുമാ. അല്ലാതെ പണിക്കരിയേട്ട അതുങ്ങളെ ഞാൻ വളർത്തിയിട്ടില്ല. 10ഉം 12ഉം വയസ്സ് തൊട്ട് അവന്മാരെന്നെ അപ്പനായിട്ട് വളർത്തുക. മാതാവ് കൊണ്ടുപോയ മക്കൾക്ക് പകരം കർത്താവ് കുരിശിന്റെ ഇടത്തും വലത്തും കിടന്ന കള്ളന്മാരെ എനിക്ക് മക്കളായിട്ട് തന്നിരിക്കുക. സത്യനും ശിവനും എന്റെ മക്കള് തന്നെയാ. എന്നോട് സ്നേഹമുള്ള എന്റെ പൊന്നു മക്കള്.
ഞാൻ ഓട് പൊളിക്കാന്ന് പറഞ്ഞാലും അവന്മാരെന്നെ മോളെ കേട്ടത്തില്ല. അപ്പൊ അത്രയ്ക്ക് സ്നേഹം. അപ്പൊ ഓട് വിളിക്കാനോ? എന്നാലല്ലേ അപ്പം പണ്ട് ഓട് വേണം മേസ്രിയായിരുന്നു. ഒരിക്കൽ ഓടിന്റെ മുകളിൽ താഴെ വീണോടി ഞങ്ങൾ ആ പണി നിർത്തിച്ചു. ഓ പണിക്കരേട്ടാ, പണ്ട് തമ്മലൻ റോട്ടിലൊരു വീട്, മഴയുള്ള രാത്രി, വീട്ടിലാണെങ്കിൽ 2 മുട്ടക്കാട്ടം പട്ടികള്. അപ്പൊ പട്ടിയെ മേടിച്ച കഥയൊക്കെ പിന്നെ പറയാം. ആര് പട്ടിയെ ഇതങ്ങോട്ട് കുടിച്ച അങ്ങനെ തമ്മലൻ റോഡ്, മഴ, പിടിച്ചോടാ പട്ടി. അപ്പൊ നമ്മൾ ഓഫായി. ദേ വണ്ടി ഓണായി. അപ്പൊ പോയേക്കല്ലേ? ഞാൻ പോയി അപ്പനെ വിളിച്ചിട്ടുണ്ട്. ആളക്കൊന്നല്ലടാ ഇത്. ഇതാരപ്പൻ തലടങ്ങാൻ പോവുകയാണ്. ദേവരുടെ വണ്ടിയാ. பயந்து கண்ணு பொத்தாது பாப்பா. இந்த ராஜா கண்ணு நல்லவனுக்கு நல்லவன், கெட்டவனுக்கு கெட்டவன். வேஷ்டி கட்டுங்கய்யா, வேஷ்டி. முன்னாடி சொல்ல வேண்டா, அறிவு கட்டம் புண்டம். பார்த்து நிக்காம எல்லாத்துக்கும் வெளியே போடுறா. ഞങ്ങൾക്ക് കുറച്ച് സാവകാശം കൂടി. சொன்ன டேட் எல்லாமே முடிஞ்சு போச்சு. இனி ஒன்னு சொல்ல வேண்டாம். ഓടാ പട്ടി. സരി കുടിയടാ. വേഗം വേണം. തെങ്ങേന്ന് ഇറക്കണമെന്നോ? ഞാൻ കേറി ഊറ്റാടാ. ഏടാ നമ്മുടെ അപ്പനെ ജപ്തി ചെയ്തോണ്ട് പോണു. അയ്യോ, ഞാൻ കൊക്കേ വീട്. ഇവിടെ കിടന്ന് പഴുക്കട്ടെ, നമുക്ക് ജ്യൂസ് അടിക്കാം. എന്നെ കൊല്ലല്ലേ അനിയന്മാരെ. എടാ പന്നി മക്കളെ, അവൻ മലയാളീസാണ്. ഒന്നുകൂടെ പിഴിയടാ അവനെ. വേണ്ട 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 വേണ്ട. നിർത്ത്. അമ്മ പൂങ്കാവനം അന്ത മലയാളത്തമാരെന്നെ എന്നാവതെ ഒതയാടതെ.